നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ലെഫ്റ്റനന്റ് എന്ന് വേണമെങ്കിൽ പറയാം മുഹമ്മദ് ഷിയാസ് എം.എൽ.എ. ആണ് നമുക്കൊപ്പം ചേരുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളാണ് വലിയ പട നയിച്ച് ഇപ്പോൾ നായകൻ സ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്തായിരിക്കും കേരളത്തിൽ ലഭിക്കുക? അല്ല, കേരളത്തിലെ UDFും കേരളത്തിലെ കോൺഗ്രസും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഞങ്ങളെല്ലാവരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് UDFിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാനകരമായിട്ടുള്ള ഒന്നുകൂടിയിട്ടാണ്. അവരൊരു 10 വർഷക്കാലത്ത് ഒരു ഭരണത്തെ താഴെയിറക്കി സംശുദ്ധമായിട്ടുള്ള ഒരു സദ്ഭരണം, ഒരു നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള ഭരണത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ തുടക്കമാണ് ഇന്ന് കുറിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വരുന്ന 5 വർഷക്കാലം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ഒരു സർക്കാരും കേരളത്തിന് വരും കാലങ്ങളിൽ കേരളത്തിലെ പുതിയ തലമുറയ്ക്കും നിലവിലുള്ളവർക്കും സമാധാനവും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ള രീതിയിൽ ഒരു നല്ല പ്രവർത്തനം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഈ പ്രതിപക്ഷത്തിരുന്ന് പറയുന്ന പോലെ ഭരണപക്ഷത്തെത്തുമ്പോൾ വലിയ വെല്ലുവിളിയാണ് സാമ്പത്തികമായ വിഷയത്തിൽ. മറ്റ് പല വെല്ലുവിളികളും സ്വാഭാവികമായും ഉണ്ടായി. മുന്നണിയുടെ സമവാക്യത്തിലൊക്കെ ഉണ്ട് വെല്ലുവിളികൾ. ഇതിനൊക്കെ ഏത് തരത്തിൽ മറികടക്കാൻ കഴിയും? കഴിഞ്ഞ 10 വർഷക്കാലത്ത് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചല്ലേ ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നത്. അതുമാത്രമല്ല, സർക്കാരിനെ വിമർശിക്കുമ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഇന്നതുപോലെ ചെയ്താൽ ഈ നാട് രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ഈ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപക്ഷമാണ് കേരളത്തിലുണ്ടായത്. സ്വാഭാവികമായും അത്തരത്തിൽ പ്രവർത്തിക്കാനും സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കേരളത്തിലെ UDFിന് ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ടീം UDFിന് സാധിക്കും. ഈ പ്രത്യേകിച്ച് വി.ഡി. സതീശൻ്റെ ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലെഫ്റ്റനന്റ് എന്ന നിലയിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഷിയാസ്. അപ്പോൾ നിങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിനൊക്കെ വലിയ ആശങ്കയൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ജനകീയമായ പ്രതിഷേധങ്ങൾ ഉയരുന്നു. അതിനുശേഷമൊക്കെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. അപ്പോൾ പ്രതീക്ഷ അത്രത്തോളം വലുതാണ്, ആ ഉത്തരവാദിത്വം വളരെ വലുതല്ലേ? അല്ല, തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ച ഒരു നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഉയർന്ന് പ്രവർത്തിക്കാനും ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞതുപോലെ പ്രവർത്തിക്കാനും 100% ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ എല്ലാ രീതിയിലും. ജനങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യം, വ്യക്തിപരമായ താല്പര്യങ്ങൾ മുൻനിർത്തി ജനങ്ങളോടൊരു കാര്യം പറഞ്ഞ് പിന്നീട് 5 വർഷം കഴിഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിക്കണ്ടേ. അപ്പോൾ 25 വർഷക്കാലത്തെ നിയമസഭാ സാമാജികൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പുകൾ, ജനങ്ങളുമായി സംബന്ധിച്ചിട്ടുള്ള ഓരോ ദിവസങ്ങളിലെയും അല്ലെങ്കിൽ ഓരോ സമയങ്ങളിലെയും രാഷ്ട്രീയത്തിലെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അതൊക്കെ ഈ ജനഹിതത്തിൽ അതെല്ലാം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും വരുന്ന 5 വർഷക്കാലം കൃത്യമായി ഇന്നത്തെ സർക്കാരിൻ്റെ ഈ ഏറ്റവും മോശമായ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലേതുപോലെ അല്ലെങ്കിൽ പുതിയ ഒരു നവയുഗത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ സാധാരണ UDF സർക്കാർ വരുമ്പോൾ പഴയ കാര്യമെല്ലാം മറക്കും, അവരെല്ലാം പൊറുക്കുമെന്നാണ് പറയുന്നത്. അതോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെച്ച് തിരുത്തും? തീർച്ചയായും 10 വർഷക്കാലത്തിനിടയ്ക്ക് നടന്ന നിരവധി അഴിമതികൾ, കെടുകാര്യസ്ഥതകളെല്ലാം ഉണ്ടല്ലോ. അതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കും. അഴിമതിക്കാരായിട്ടുള്ള സർക്കാർ പണം ഖജനാവിൽ നിന്ന് കട്ടുകൊണ്ടുപോയ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദവികൾ ഉപയോഗപ്പെടുത്തി നടത്തിയിട്ടുള്ള അഴിമതികളെ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുമല്ലോ. അത് മുൻകാലങ്ങളിലേതുപോലെയല്ല, അത് കുറേ കൂടി കർശനമായ രീതിയിൽ അതിനകത്ത് തീരുമാനങ്ങളുണ്ടാകും. ഈ 14 പുതുമുഖങ്ങൾ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. അപ്പോൾ എറണാകുളത്ത് നിന്ന് പടനായകൻ്റെ കൂടെ ഒപ്പമുള്ള ഷിയാസ് എത്തുന്നില്ല, അതിൽ ചെറിയ വിഷമമുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെയുള്ള ഏറ്റവും നല്ല കഴിവുള്ള, എന്നാൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഏറ്റവും മികച്ച മന്ത്രിമാരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ചോയ്സ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ, ഞങ്ങൾക്ക് എത്ര ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, എത്ര നേതാക്കന്മാരുണ്ട്. ഓരോ പദവികളിലേക്കും കാര്യങ്ങൾ കാര്യപ്രാപ്തിയോടുകൂടി എത്തിക്കാൻ പറ്റാവുന്ന എത്ര നേതാക്കന്മാരുണ്ട്. അവരൊക്കെയാണ് നയിക്കേണ്ടതും. അപ്പോൾ ഞങ്ങളെപ്പോലെ ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന ആളുകൾ ഇതൊക്കെ കണ്ടൊന്ന് പഠിക്കട്ടെ. ഞങ്ങളൊക്കെ ഈ നിയമസഭാ പ്രവർത്തനങ്ങളും കേരളത്തിലെ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ ഓരോ വിഷയങ്ങളും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് തീർച്ചയായും ഉണ്ടാകും. ഞങ്ങൾ അത്തരത്തിലാണ് അതിനെയെല്ലാം കാണുന്നത്. അധികാരത്തിൻ്റെ പുറകെയല്ല, ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. ശരി, എന്തായാലും അധികാരത്തിന് പുറകെയല്ല, ജനങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് മുഖ്യം എന്ന് തന്നെയാണ് മുഹമ്മദ് ഷിയാസ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.